CCTV വാർത്തയിലേക്ക് സ്വാഗതം. വേലൂർ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75-ാം നമ്പർ അംഗനവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. അംഗനവാടിയുടെ അപകടാവസ്ഥയെക്കുറിച്ച് CCTV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട അപകട ഭീഷണി റോഡരികിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയുടെ ചുറ്റുമതിലിന് ഗേറ്റില്ല എന്നതാണ്. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിനോട് ചേർന്നാണ് അങ്കണവാടിയുടെ കവാടവും കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾ കളിക്കുവാൻ പുറത്തേക്കിറങ്ങുമ്പോൾ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ റോഡിലേക്ക് ഇറങ്ങിയാൽ കുട്ടികളുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോമ്പൗണ്ടിന്റെ സ്ലാബ് മതിൽ പല ഭാഗങ്ങളിലും പൊട്ടിവീഴാറായ അവസ്ഥയിലാണ്. അങ്കണവാടി കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന കിണറിന്റെ സംരക്ഷണ ഭിത്തിയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണ് ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അങ്കണവാടി കെട്ടിടത്തിനോട് ചേർന്ന് കുട്ടികളുടെ കളി ഉപകരണങ്ങളും ടോയ്ലറ്റും സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം പുല്ലും ചെടികളും വളർന്ന് കാടുപിടിച്ചിരിക്കുകയാണ്. പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലപ്പഴക്കത്താൽ മേൽക്കൂരയും ചുമരും തകർന്ന് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഇതിനു പുറമെ അങ്കണവാടി കെട്ടിടത്തിന് മുകളിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന വേലൂർ വില്ലേജ് ഓഫീസിലേക്ക് എത്തുന്നവർ കോമ്പൗണ്ടിനകത്തേക്ക് ഇരുചക്രവാഹനങ്ങൾ ഓടിച്ച് കയറ്റുന്നതും കുട്ടികൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. മാറി മാറി ഭരിക്കുന്ന LDF, UDF ഭരണസമിതികൾ കുട്ടികളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡായിട്ടും ആളുയരത്തിൽ ഉയർന്നു നിൽക്കുന്ന പുല്ലുപോലും വെട്ടിക്കളയാൻ തയ്യാറായിട്ടില്ലെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾ തുടരുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. നമ്മുടെ പിഞ്ചോമനകൾ പഠിക്കുന്ന നാളത്തെ വാഗ്ദാനങ്ങളായി മാറേണ്ട നമ്മുടെ പിഞ്ചോമനകൾ പഠിക്കുന്ന നഴ്സറിയിലെ അംഗൻവാടിയിലെ ഒരു സുരക്ഷയുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമുക്കറിയാം, ഇതുപോലെ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ചെറിയ വിദ്യാലയത്തിൽ നിന്നും അവിടുത്തെ ഗേറ്റ് ഉണ്ടായിട്ട് പോലും ആ ഗേറ്റ് അടയ്ക്കാൻ ശ്രദ്ധിക്കാതെ അവിടുത്തെ ടീച്ചർമാരെ ശ്രദ്ധിക്കാതെ ഇരുന്ന ആ സമയത്ത് ഒരു പിഞ്ചുകുട്ടി നടു റോട്ടിൽ വന്ന് നിന്ന് അവിടെ നിന്നതും ആ ലോറി ഡ്രൈവറുടെ നല്ല മനസ്സും അദ്ദേഹത്തിന്റെ ശ്രദ്ധയും മൂലം ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇത് നാളെ വേലൂരിലും ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഗേറ്റ് വെക്കാൻ പോലും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ആ വാർഡ് മെമ്പർക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കണം. കർഷക മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി സമരം ഉദ്ഘാടനം ചെയ്തു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ AG രഞ്ജീവ്, SC മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജയ വിനോദ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി യദുകൃഷ്ണൻ വേലൂർ, VP ഷാജി എന്നിവർ നേതൃത്വം നൽകി. PSC പരീക്ഷയിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി ആരോപണം. ഈ മാസം 18-ന് നടന്ന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്നാണ് പരാതി. അനധികൃതമായി സിലബസ് മാറ്റിയെന്നും ഇക്കാര്യം അറിയിച്ചില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. പരീക്ഷയുടെ 2 മാസം മുൻപാണ് സിലബസ് മാറ്റിയത്. അറിയിപ്പില്ലാതെ അനധികൃതമായാണ് സിലബസ് മാറ്റിയതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. പരീക്ഷാ ദിവസമാണ് ഉദ്യോഗാർത്ഥികൾ സിലബസ് മാറിയ വിവരം അറിഞ്ഞത്. വർഷങ്ങളായി ഈ തസ്തികയിലേക്കുള്ള പരീക്ഷാ സിലബസിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ജനറൽ നോളജ് എന്നീ വിഷയങ്ങളാണ്. എന്നാൽ ഇത്തവണ അറിയിപ്പില്ലാതെ പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് ജനറൽ നോളജ് ഒഴിവാക്കി കൊമേഴ്സ് ഉൾപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഈ തസ്തികയ്ക്ക് എന്തിനാണ് കൊമേഴ്സ് ഉൾപ്പെടുത്തിയതെന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു. ഉത്തരസൂചികയിലും ഉദ്യോഗാർത്ഥികൾ അസ്വാഭാവികത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 100 ചോദ്യങ്ങളിൽ 54 ചോദ്യത്തിന്റെ ഉത്തരങ്ങളും
ബി ഓപ്ഷനാണ് എന്നതാണ് അസ്വാഭാവികത. ചിലരെ സഹായിക്കാനായി നടത്തിയ ക്രമക്കേടാണിതെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. പരീക്ഷ റദ്ദാക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. മുഖ്യമന്ത്രിക്കും PSC ചെയർമാനും ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ ആശങ്ക ഉയർത്തി ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തി. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന പൊതുപ്രവർത്തകൻ കൂടിയായ പുല്ലൂര് വളപ്പിൽ മുഹമ്മദ് സ്ഥാപനത്തിന് സമീപത്തെ വഴിയിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നതിനിടയിലാണ് ഒച്ചിനെ കണ്ടെത്തിയത്. കൊരട്ടിക്കര അപ്പൂരടത്ത് രവിശങ്കറിന്റെ വീട്ടുമുറ്റത്തു നിന്നും മറ്റൊരു ഒച്ചിനെയും കണ്ടെത്തി. കഴിഞ്ഞ വർഷവും ഈ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഒച്ചുകളെ കണ്ടെത്തിയ വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു. ഒച്ചുകളെ കണ്ടെത്തിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വായനാ വാരത്തോടനുബന്ധിച്ച് കുന്നംകുളം നഗരസഭയും ഏകലവ്യ സ്മാരക ലൈബ്രറിയും സംയുക്തമായി നഗരസഭാതല വായനാ വാരാചരണ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. LP, UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ആവേശകരമായ ക്വിസ് മത്സരമാണ് അരങ്ങേറിയത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രശസ്തമായ പുസ്തകങ്ങളെ ആസ്പദമാക്കി വായനാനുഭവം എഴുതലും പങ്കുവയ്ക്കലും മത്സരവും നടന്നു. നഗരസഭാ ടൗൺഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു, റീഡേഴ്സ് ഫോറം ഭാരവാഹികളായ ഗീവർഗീസ്, PS ഷാനു, ലൈബ്രറിയൻ സിൽവിയ എന്നിവർ സംസാരിച്ചു. GHSS കടവല്ലൂരിൽ വിജയോത്സവവും നവീകരിച്ച പ്രവേശന കവാടത്തിന്റെയും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അഡോളസെന്റ് കൗൺസിലിംഗ് റൂമിന്റെയും ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷയായ യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്തൻ മാസ്റ്റർ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ എന്നിവർ വിശിഷ്ടാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസീന അഷ്റഫ്, വാർഡ് മെമ്പർ AP ബിന്ദു, ശതോത്തര രജത ജൂബിലി കമ്മിറ്റി കൺവീനർ T രാമചന്ദ്രൻ, PTA പ്രസിഡന്റ് VK മോഹനൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KN സുരേഷ്, മുൻ പ്രിൻസിപ്പൽ KV വൃന്ദ, MPTA പ്രസിഡന്റ് ജസീല, MB ശ്രീകല, TP നസീറ, PK രജനി, CM ആലീസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു ബാബു നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികൾക്ക് സ്കൂളിന്റെ സമ്മാനങ്ങളും വിവിധ എൻഡോമെന്റുകളും പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ വിവിധ സമ്മാനങ്ങളും വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു അധ്യക്ഷത വഹിച്ചു. പ്രമുഖ കരിയർ ഗൈഡ് AP മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പ്രിൻസിപ്പൽ VB ശ്യാം, ഹെഡ് മിസ്ട്രസ് KK മഞ്ജുള, വാർഡ് കൗൺസിലർ സോണി ഷാജി, PTA പ്രസിഡന്റ് TA പ്രേമരാജൻ, ഫാദർ KJ ജോസഫ് ജോർജ്, MD രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ G ശങ്കരപ്പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനശാല സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ പരിപാടിയാണ് G ശങ്കരപ്പിള്ള അനുസ്മരണം. വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് നാടകപ്രവർത്തകനും സിനിമ സീരിയൽ നടനുമായ മുരുകൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് മധു ചൂണ്ടൽ അധ്യക്ഷനായി. വായനശാല നിർവാഹക സമിതി അംഗങ്ങളായ CJ ഫ്രാൻസിസ്, സുലൈമാൻ, CJ ജിജു, TL ജോസഫ്, ലൈബ്രറിയൻ ഹേമലത, പത്മിനി, മോഹിനി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിനുശേഷം കബനി തിയേറ്റേഴ്സിന്റെ ബാനറിൽ പ്രസാദ് ലീല അവതരിപ്പിച്ച ഏകാംഗ നാടകം അരങ്ങേറി. നാടക് ഭാരവാഹികളായ വിദ്യാധരൻ, ബാബു വൈലത്തൂർ, റോഷൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. നാടക് ഗുരുവായൂർ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുമായി സഹകരിച്ചാണ് വായനശാല G ശങ്കരപ്പിള്ള അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. പുന്നയൂർക്കുളം സഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്തരിച്ച റിട്ടയേർഡ് PWD സൂപ്രണ്ടും
സഫ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകരിൽ ഒരാളുമായിരുന്ന കോലത്തയിൽ അഷ്റഫ് അനുസ്മരണം സംഘടിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നങ്കാട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. അൻസാർ കോളേജിൽ നടന്ന ചടങ്ങിൽ സഫ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഇബ്രാഹിം അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. സഫ ചാരിറ്റബിൾ സെക്രട്ടറി OM നിയാസ്, അഡ്മിനിസ്ട്രേറ്റർ P ജലീൽ, കരീം കോറോത്തയിൽ, സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സതീഷ് കുമാർ, ലിയാഖത്ത് പയ്യൂരയിൽ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NR ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി കുന്നംകുളം സംസ്ഥാന പാതയിൽ നിന്ന് പഴഞ്ഞിയിലേക്ക് എത്തിച്ചേരുന്നതിനാവശ്യമായ ദിശാബോർഡുകൾ ഇല്ലാത്തത് യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി പഴഞ്ഞി അങ്ങാടി കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു. പ്രതിദിനം നിരവധി വാഹനങ്ങളാണ് പഴഞ്ഞിയിലേക്ക് എത്തുന്നത്. എന്നാൽ പ്രധാന റോഡിൽ നിന്ന് പഴഞ്ഞിയിലേക്കുള്ള സൂചനാ ബോർഡുകൾ ഇല്ലാത്തതിനാൽ പലരും വഴിതെറ്റുന്നതും അനാവശ്യ സമയനഷ്ടവും നേരിടുന്നതും പതിവായിരിക്കുകയാണ്. പ്രദേശത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി പട്ടാമ്പി കുന്നംകുളം റോഡിന്റെ അനുയോജ്യമായ ഭാഗങ്ങളിൽ വ്യക്തവും ആധുനികവുമായ ദിശാബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് പഴഞ്ഞി അങ്ങാടി കൂട്ടായ്മ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മഹിളാ അസോസിയേഷൻ പൊന്നിയൂർക്കുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. ചമ്മനൂരിൽ നടത്തിയ പ്രതിഷേധ പരിപാടി മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മെമ്പർ ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ഗിരിജാരാജൻ അധ്യക്ഷത വഹിച്ചു. ജയന്തി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പാവർട്ടി ജനമൈത്രി പോലീസിന്റെ പെനാൾട്ടി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പാവർട്ടി മനപ്പടിയിൽ നടന്ന ടൂർണമെന്റ് ഗുരുവായൂർ ACP V സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കായിക രംഗത്തെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സമ്മാനദാനം പാവർട്ടി SI മഹേഷ് കുമാർ നിർവഹിച്ചു. ടൂർണമെന്റിൽ സംഘാടകരായ പാവർട്ടി പോലീസ് സ്റ്റേഷൻ ടീം, ഗുരുവായൂർ ACP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ടീം എന്നിവർ ഉൾപ്പെടെ പ്രമുഖരായ 8 ടീമുകളാണ് മാറ്റുരച്ചത്. യുണൈറ്റഡ് പാവർട്ടി 1ാം സ്ഥാനവും സ്റ്റാർ പാർട്ട്നേഴ്സ് പൂവത്തൂർ 2ാം സ്ഥാനത്തിനും അർഹരായി. ബെസ്റ്റ് ഗോൾ കീപ്പറായി നന്ദു യുണൈറ്റഡിനെയും തിരഞ്ഞെടുത്തു. പഴഞ്ഞി അയ്യനൂർ വടക്കേ തലക്കൽ കുര്യൻ മകൻ താവു നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടത്തും. മേഖലയിലെ ഉത്സവാഘോഷ ചടങ്ങുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. വലിയ ആനപ്രേമിയായിരുന്നു. ഒട്ടുമിക്ക ആനകളെ സംബന്ധിച്ച വിവരങ്ങൾ മനഃപ്പാഠമായിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള കോട്ടപ്പടി അഭയഭവനിലെ അന്തേവാസിയാണ്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് താവുപ്പേട്ടൻ എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ അന്ത്യം. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് വടക്കേക്കാട് കൗക്കാനപ്പെട്ടി ALP സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളുമായി കൈരളി ഗ്രാമീണ വായനശാല സന്ദർശിച്ചു. കുട്ടികൾ സമാഹരിച്ച പുസ്തകങ്ങൾ വാർഡ് മെമ്പർ KS സനൽ വായനശാലയ്ക്കു വേണ്ടി ഏറ്റുവാങ്ങി. ആന്റണി വാഴപ്പുള്ളി പുസ്തക വായനയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളുമായി സംവദിച്ചു. ഹെഡ്മാസ്റ്റർ CR ജിജോ, വിദ്യാർത്ഥി പ്രതിനിധി ആലിയ ഫാത്തിമ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. മമ്മിയൂർ LF കോളേജിൽ പുതിയതായി ആരംഭിക്കുന്ന BCom പ്രൊഫഷണൽ ഓണേഴ്സ് ഇന്റഗ്രേറ്റഡ് വിത്ത് ACCA കോഴ്സിന്റെ ഉദ്ഘാടനവും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. കോളേജ് കോൺഫറൻസ് ഹാളിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA അജിത് കൈമൾ R ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J ബിൻസി അധ്യക്ഷത വഹിച്ചു. LF കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസർ ലിൻസൺ, കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആതിര G കുമാർ എന്നിവർ സംസാരിച്ചു. ISDC ഫാക്കൽറ്റി അർജുൻ ഓറിയന്റേഷൻ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. മെസ്സി ഫാൻസ് അണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ മെസ്സിയുടെ 39ാം പിറന്നാൾ ആഘോഷിച്ചു. അണ്ടത്തോട് പ്രദേശത്തെ 4 നഴ്സറി കുട്ടികൾക്ക് മെസ്സിയുടെ പേരിലുള്ള ജേഴ്സി വിതരണവും ചെയ്തു. തുടർന്ന് വൈകിട്ട് അണ്ടത്തോട് സെന്ററിൽ മെസ്സിയുടെ ഫോട്ടോ പതിച്ച കേക്ക് മുറിച്ച് ആഘോഷിച്ചു. മെസ്സി ഫാൻസ് അണ്ടത്തോട് അംഗങ്ങളായ ജംഷീർ, നൌഷാദ് നാഷ്, ഷാക്കിർ, റംഷാദ്, ബാദുഷ, മുജീബ്, കാസിം, അനസ്, നസീർ, നാസർ, ഷാജി, ഷിഹാബ്, ഷഫീഖ് എന്നിവർ പങ്കെടുത്തു. ചരമം. റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കിഴൂർ തെക്കേപ്പാട്ട് നാരായണൻ നായർ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ നടത്തി. മല്ലികയാണ് ഭാര്യ. നീലിമ, നിഷ എന്നിവർ മക്കളാണ്.
കാഞ്ഞങ്ങാട്ട് പ്രിയദർശനൻ നിര്യാതനായി 62 വയസ്സായിരുന്നു. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് നടത്തും. ദേവപ്രിയൻ, ജ്യോതിപ്രിയൻ, ശാന്തിനി, സ്വാമിനി, ഷൈനി എന്നിവർ സഹോദരങ്ങളാണ്. വടക്കേക്കോട്ടോൽ പള്ളിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കരിയൻ ഭാര്യ അമ്മിണി നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ഇന്നുച്ചയ്ക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തി. മല്ലിക മകളാണ്. വെള്ളാറ്റഞ്ഞൂർ കുറ്റിക്കാട്ട് പരേതനായ തോമയുടെ ഭാര്യ ആർത്ത നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വെള്ളാറ്റഞ്ഞൂർ ഫാത്തിമ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടത്തും. റോസ, ഫ്രാൻസിസ്, മർഗിലി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.